ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിപ്പം വെള്ളമൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് മുറ്റത്തൊക്കെ പകുതിയോളം വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കുട്ടനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. അപ്പം നമ്മുടെ അപ്പൂസ് ഇവിടെ ഉണ്ട്. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ക്ലാസ് ഇല്ലാത്ത 3 ദിവസവും പകൽ നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഒത്തിരി വെയിലില്ല, എന്നാലും നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ വള്ളത്തെ സാധനങ്ങൾ കൊണ്ടൊക്കെ വന്നു. അപ്പം നമുക്ക് ആ റോഡിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. മുട്ടിന് മേളിൽ വെള്ളമുണ്ട്. ഇവിടെ അല്ല, നമ്മൾ ബസ് കയറാൻ പോകുന്നിടത്ത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പം പോയിട്ട് കുറേ ദിവസമായി. ടിനോപ്പന് ക്ലാസ് ഉണ്ട് കേട്ടോ. അവൻ അമ്പലപ്പുഴ താലൂക്കാണ്. അപ്പോൾ അവന് ക്ലാസ് ഉണ്ട്. അവൻ രാവിലെ പോയി. അന്നേരം ഞങ്ങൾ വേണ്ട വള്ളത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അകത്ത് കൊണ്ട് വെച്ചപ്പം കണ്ടോ, നമ്മുടെ പണ്ടത്തെ കപ്പലണ്ടി മിഠായിയാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ ഈ വെള്ളം വരുമ്പോൾ ഇങ്ങനെ കപ്പലണ്ടി മിഠായി, പുളിമിഠായി അങ്ങനെയുള്ളതൊക്കെ വാങ്ങും കേട്ടോ. അന്നേരം അപ്പോസിൻ്റെ ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് കഴിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കേട്ടോ. ഇതൊക്കെ മൂടി കെട്ടി വന്നിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ പെരയ്ക്കകത്തിരുന്ന് മഴയൊക്കെ തോർന്നപ്പോഴത്തേന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മീൻ വെട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കറിയൊക്കെ ഞാൻ കിഴങ്ങ് മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും ഒക്കെ കൂട്ടിയാണ് ടിനോപ്പിന് കൊടുത്തു വിട്ടത്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നത് കേട്ടോ. അന്നേരം നമുക്കിതിലെ വള്ളത്തിലും റോഡിൽ വെള്ളമാണെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ കൂടെ ഒക്കെ മീൻ വണ്ടി വരും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കുറച്ച് പറ്റിക്കാനുള്ള ടൈപ്പ് മീനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊന്നും ഇങ്ങനെ വെള്ളമായിട്ടില്ല. ബാക്കി സൈഡിലൊക്കെ നല്ലവണ്ണം കണ്ടത്തിൽ കൂടെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഈ വാഴയുടെയൊക്കെ അപ്പുറം, ചെറിയ മതിലിൻ്റെ അപ്പുറം മുഴുവൻ വെള്ളമാണ്. അപ്പം ഞാൻ പിന്നെ അതൊന്ന് വീഡിയോ എടുക്കാഞ്ഞതാണ് കേട്ടോ. വെള്ളം നമുക്ക് അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കണ്ടത്തിൽ കിടക്കുന്ന പോളയും അങ്ങനെയുള്ള അഴുക്കൊക്കെ ഇങ്ങനെ നമുക്ക് അവിടോട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഈ മീനൊക്കെ വെട്ടാൻ വേണ്ടി പോയി നിൽക്കുവാണ്. ചെറിയ ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഴ പെയ്ത് മാറിയതാണ്. നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയാമല്ലോ, ഒരു ഇരുണ്ട ഒരു പ്രതീതി ഉണ്ടല്ലോ. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഞാൻ മീനൊക്കെ വെട്ടി അകത്ത് കൊണ്ട് വെച്ചിട്ട് ആ തലയൊന്ന് പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അല്ലേ അതുകൊണ്ട് കാക്ക പോകും. അപ്പം ഞാൻ മുറ്റമൊന്നും തൂത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. കാരണം നമ്മുടെ അപ്പുറത്തെ സൈഡിലെല്ലാം വെള്ളമാണല്ലോ. പിന്നെ ഇത്രയും ഭാഗം തൂക്കാനൊന്നും ഞാൻ നിന്നില്ല. ഇങ്ങോട്ട് കയറി വരും വെള്ളം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളല്ലോ. പിന്നെ നമുക്ക് നല്ല പണിയാണ് ഈ വെള്ളം കയറി ഇറങ്ങുമ്പം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് തൂക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മുടെ ജാക്കിക്ക് കൊണ്ട് തലയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം ഈ ഒരു കോഴി നമ്മൾ കൂട്ടിലിട്ടിട്ടില്ല. ഇത് ഈ മരത്തിൻ്റെ മുകളിലാണ് കയറുന്നത് കേട്ടോ. ബാക്കി എല്ലാ കോഴികളെയും ഞാനന്ന് കൂട്ടി പിടിച്ചിട്ടിരിക്കുവാണ്. കാരണം വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകല്ലോ. അതുകൊണ്ട് ഞാൻ കൂട്ടിലിട്ടിരിക്കുകയാണ്. നമുക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മീൻ തലയൊക്കെ ഇങ്ങനെ വലിയ കോഴികൾക്കൊക്കെ കൊടുക്കും, ചെറുതിനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് അത് പുറകെ ഓടി വന്നതാണ്. പിന്നെ ഞാൻ നല്ല ആ മീനൊക്കെ നല്ലവണ്ണം ഒന്ന് കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ കോഴിക്ക് തീറ്റയൊന്നും കൊടുത്തിട്ടില്ല. ഇനി അതിന് തീറ്റയൊക്കെ കൊടുക്കണം. കാരണം രാവിലത്തെ ആ കാപ്പൂടിയും പെരക്കെല്ലാം അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അകത്ത് പോയി ഇരുന്നപ്പം മഴ പെയ്തു. പിന്നെ കോഴിക്ക് തീറ്റയൊന്നും കൊടുക്കാൻ നിന്നില്ല. ഇനിയിപ്പം മീൻ കിട്ടിയപ്പോൾ അത് വെട്ടിയെടുത്ത് അകത്ത് വെച്ചിട്ട് വേണം നമുക്ക് കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി കേട്ടോ. കുറേ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിനെ തുറന്ന് വിട്ടാലേ അത് വളരത്തുള്ളൂ. ഇടുങ്ങി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എത്രയാണ് 10-20 കോഴിക്കുഞ്ഞുണ്ട്. നിങ്ങൾ കണ്ടാണല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
അതിങ്ങനെ ഓടി ഈ നടക്കുന്ന കോഴിക്കുഞ്ഞായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കാണുമ്പോഴത്തേന് കിടന്നങ്ങ് ചാട്ടമാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. ഞാനങ്ങനെ തന്നെ മീനൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിയും ഗോതമ്പും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങളുടെ ചാട്ടം ഇത് കാണുമ്പോഴത്തേനും ഞാൻ മീൻ വെട്ടുമ്പം നിങ്ങളെല്ലാം വരുമല്ലോ ചുറ്റിന് നിൽക്കാൻ. അപ്പോൾ ഞാൻ മീൻ വെട്ടുന്നത് അതുങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ വേണ്ട നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വേണ്ട ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ച് അതിനകത്ത് കിടക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ സൈഡെല്ലാം മറച്ച് കെട്ടിയിരിക്കുക. 1-2 എണ്ണമൊക്കെ ചത്തുപോയി കേട്ടോ തണുപ്പടിച്ചപ്പോഴത്തേന്. അപ്പോൾ അതുങ്ങൾക്കൊക്കെ തീറ്റി കൊടുത്തു. ഇനി തന്നെ ഈ മീനാണ്, അതിൻ്റെ പേരെന്നാന്ന് ഓർക്കുന്നില്ല, അത് ഞാൻ പറ്റിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം തേച്ച് കഴുകിക്കൊണ്ട് അകത്ത് വെച്ചിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം തേങ്ങ എല്ലാം ഇങ്ങനെ കഴന്ന് പോവാണ്. ഞാനതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തത് കേട്ടോ. നമ്മുടെ അപ്പൂസ് അപ്പുറത്ത് കട്ടിലേ കിടന്ന് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അവൻ്റെ സൗണ്ടൊക്കെ ഞാൻ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങാവെള്ളം വേണമെന്ന് ചോദിച്ചപ്പം വേണ്ട അമ്മ കുടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ആ തേങ്ങാവെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ആ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പം തന്നെ കഴന്നു വന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തോ എടുത്തു, ആ തേങ്ങയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, നമ്മൾ ചതച്ചെടുത്താണല്ലോ മീൻ പറ്റിക്കുന്നത്. അന്നേരം ഞാൻ ഈ മീൻ കുറച്ച് പറ്റിക്കുകയും കുറച്ച് വറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വേണ്ട ഞാൻ തിരുമിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കഴന്നു വന്നു. ഇപ്പോൾ ഈ തേങ്ങ ഇട്ടത് കുറച്ച് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അങ്ങ് കഴന്ന് പോകും കേട്ടോ. അന്നേരം നമ്മൾ തേങ്ങയൊക്കെ കിടന്നൊക്കെ ആട്ടിച്ച് വെച്ചല്ലോ, അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ തേങ്ങ തിരുമിക്കൊണ്ടിരുന്നപ്പം കഴന്നത് ഞാൻ പിന്നെ അത് എല്ലാം ചെറുതായിട്ട് അരിയണം, അല്ലേ നമ്മുടെ മിക്സി പോയി കിട്ടും കേട്ടോ. അപ്പം ഞാനതെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ മീനൊന്ന് പറ്റിക്കണം. പിന്നെ നമ്മുടെ ഈ ചെറിയ മാങ്ങ ഉണ്ടല്ലോ നമുക്ക് കൈയെത്തി പറിക്കാവുന്നത്, അതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു, അതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എന്തായാലും നമുക്ക് മുറ്റത്തോട്ട് ഇനിയും അടുത്ത വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു അച്ചാറൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരച്ചാറോട് ഇടണം കേട്ടോ. അന്നേരം ഞാൻ തന്നെ വള്ളത്തെ വന്നപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കായപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വള്ളം നമ്മുടെ വീട്ടുവാതൊക്കെ വരുന്നത് നമുക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താ തീർന്നിരിക്കുന്നത്, ആ സമയത്ത് നമുക്ക് കടയിലോട്ട് പോകണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ച് വെച്ചു. എന്നിട്ട് ഒരു അച്ചാറോട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ മീൻ പറ്റിക്കാനായിട്ട് മുളക് പൊടി ഇടത്തില്ല ഞാൻ കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ ഇട്ട് നമ്മൾ മാങ്ങ ഇട്ടല്ല പുളി ഇട്ടാണ് ഞാൻ പറ്റിക്കുന്നത് കേട്ടോ. കാരണം മാങ്ങ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് കൊള്ളത്തില്ല, കറണ്ടൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ഇട്ട് തന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ഇത് പറ്റിച്ചത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എന്ത് മീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. പറ്റിക്കുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി മീനൊക്കെ ഇട്ട് കൊടുത്തു, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അതുകൊണ്ട് അടച്ച് വെച്ച്. പിന്നെ ബാക്കി കുറച്ചെടുത്ത് നമുക്ക് ഒന്ന് മസാല പുരട്ടി വയ്ക്കാം കേട്ടോ, വറക്കാനായിട്ട്. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അന്നേരം നമുക്ക് ഇങ്ങനെയൊക്കെ വെള്ളം കയറിയോ വീണാന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് കമൻറ്റിൽ കൂടെ അല്ലാതെയൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, വീണ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം നിങ്ങളൊക്കെ എന്നെ ഓർത്ത് ഇതൊക്കെ ചോദിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ ആയി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളതൊക്കെ ഓർത്ത് വെച്ച് എനിക്ക് കമൻ്റൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇന്നലെ നമ്മുടെ ബീന ചേച്ചി കമൻ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറേ പേര്, ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല, പേര് പറയുന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആരൊക്കെ എനിക്ക് മെസ്സേജ് ഇടുന്നെന്ന്. അന്നേരം ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ തണ്ട് പറ്റി വന്നപ്പോഴത്തേനും ഞാൻ ഈ അച്ചാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെയും വെട്ടമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുണി ഉണക്കാണ് വളരെ പ്രയാസമുള്ള കാര്യം കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ തുണിയെടുത്ത് അകത്തോട്ടിടും, പുറത്തോട്ടിടും, അകത്തോട്ടിടും. ഇത് തന്നെയാണ്, വേറെ ജോലികളൊന്നും നടക്കത്തില്ല. നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കട്ടിയുള്ള പാൻറ്റും ഒക്കെ ഉണങ്ങണമെങ്കിൽ നല്ല പ്രയാസമാണല്ലോ. അപ്പം അതെനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനതുകൊണ്ട് എൻ്റെ ജോലിയൊക്കെ ഇപ്പം ഇങ്ങനെ സാവധാനമാണ് അടുക്കള ജോലിയൊക്കെ തീരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ തുണിയുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഈ തുണി അങ്ങോട്ട് നനച്ച് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഉണങ്ങും. നമുക്ക് പിന്നെ ബാക്കി ജോലികൾ ചെയ്താൽ മതിയല്ലോ. ഇത് നമ്മൾ ഓർക്കാപ്പുറത്താണ് മഴ പെയ്യുന്നത് കേട്ടോ. ഇപ്പം തന്നെ മഴ കഴിഞ്ഞ് വെയിലായി. ഇപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും മഴയാകും കേട്ടോ. എന്തായാലും ഞാൻ ഈ അച്ചാറിട്ടിട്ട് വിചാരിച്ചു പോയി കുറച്ച് തുണിയുണ്ട്, അതൊക്കെ എടുത്ത് വെയിലത്തോട്ടിടാമെന്ന്. അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് ഞാൻ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടിച്ച് നല്ലവണ്ണം ഒന്ന് വഴറ്റി, കറിവേപ്പിലയൊക്കെ ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് കുറച്ച് കറിവേപ്പില കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ലാവിഷായിട്ടിടുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ ഇല്ലല്ലോ. എന്നിട്ട് അത് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അച്ചാർ പൊടി ഇട്ടല്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം ഇപ്പം ഞാൻ കായപ്പൊടി ഉലുവാപ്പൊടി ഇട്ടിട്ടില്ല. ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിനി മാങ്ങ പുരട്ടി വെച്ചിരിക്കുമല്ലേ, അതിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ അതിനകത്ത് കുറച്ചേ പുരട്ടി വെച്ചിട്ടുള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട മാങ്ങയ്ക്ക് കുറേ ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ചേ പുരട്ടി വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുരട്ടി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അച്ചാറിടുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അച്ചാറിടുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പം പുരട്ടി ഇന്നലെ വെച്ചതാണ്, വൈകിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴാണ് ഞാൻ ഈ അച്ചാറിടുന്നത് കേട്ടോ. അപ്പം നമ്മളിതാണ്ട് മാങ്ങായോട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് നല്ലവണ്ണം കായപ്പൊടിയും ഉലുവാപ്പൊടിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം ഞാൻ കടുവൊക്കെ പൊടിച്ച് ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം കുറച്ച് അച്ചാറേ ഉള്ളൂ. അച്ചാർ അങ്ങോട്ട് ഇട്ട് വെച്ചാൽ പെട്ടെന്നാണ് ഇവിടെ തീരുന്നത് കേട്ടോ. മക്കളാണേലും ദോശയ്ക്കും ഇഡലിക്കും ചോറിനും എല്ലാം ഈ അച്ചാറാണ് കേട്ടോ. അന്നേരം പിന്നെ ചോറുകൂടെ കൊണ്ടുപോകുമ്പം പിന്നെ അച്ചാറൂടെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് നമുക്കിപ്പം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഞാൻ കുറച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് മാങ്ങയോട് ഇനി ഇതിലൊക്കെ കിടപ്പുണ്ട്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ മാങ്ങ മുഴുവൻ പോകും. അന്നേരം നമുക്ക് പറിക്കാവുന്ന രീതിയിൽ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഈ സമയത്ത് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു, കായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. നല്ലൊരു പച്ചക്കിങ് ഇതങ്ങ് വെന്ത് പോകരുത് കേട്ടോ. അച്ചാറിട്ട് കഴിയുമ്പം വെന്ത് പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ നോക്കുവാണ് കേട്ടോ. എനിക്ക് ഈ അച്ചാറിട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് നോക്കണം കേട്ടോ. അന്നേരം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് മീൻ പറ്റിച്ചതുമായി അച്ചാറുമായി. ഇനിയിപ്പോൾ നമുക്ക് ആ മീനോടൊന്ന് വറുത്തെടുത്താൽ മതിയേ. അന്നേരം ഞാൻ ഏതാണ്ട് ഓടിപ്പോയി നമ്മുടെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് കേട്ടോ. അന്നേരം നമ്മൾ ആ വിരിച്ചത് കണ്ടോ, ആ സൈഡിൽ അപ്പുറത്തോട്ട് വെള്ളമാണ് കേട്ടോ. അന്നേരം മുറ്റത്തോട്ട് ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. മിക്കവാറും നാളത്തേക്ക് മുറ്റത്തേക്ക് വെള്ളമാകും. അന്നേരം മുറ്റത്തേക്ക് വെള്ളമാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കിലെ വെള്ളമൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് ഈ കണ്ടത്തിൽ നിന്ന് കയറി വരുന്ന വെള്ളമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കടമൊക്കെ നമ്മൾ വള്ളത്തെ സാധനങ്ങൾ മേടിക്കാൻ നിന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ റോഡ് കവിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തോട് വെള്ളം കയറും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം കുട്ടനാട്ടിലെ വീട്ടുവിശേഷങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞാണ്, വീണ്ടും അത് തന്നെ പറയുവാണ് കേട്ടോ. നിങ്ങൾ എഴുതുക. അപ്പം വേണ്ട ഈ സമയത്ത് നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഞാൻ വന്ന് നോക്കി കേട്ടോ. അന്നേരം
നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴാണല്ലോ ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം ഞാൻ വന്ന് നോക്കി. പിന്നെ നമ്മൾ മീനൊക്കെ വറക്കാനിട്ടു. പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകാൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനിയിപ്പം നമ്മുടെ വള്ളക്കാരനോട് ഞാൻ കുറച്ച് ഉഴുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് മറന്നു പോയായിരുന്നു. പച്ചരി രാവിലെ ഇടാനെടുത്തപ്പോഴാണ് അയ്യോ ഉഴുന്ന് തീർന്നു പോയല്ലോ എന്ന് ഓർത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നപ്പം പിന്നെ ഞാനത് വാങ്ങി മറക്കാതെ. അപ്പോൾ ഇനിയിപ്പം നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള ഉഴുന്നും അരിയും കൂടെ കഴുകി വെള്ളത്തിലോട്ടൊന്നിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരുവിധം ജോലികളൊക്കെ ഇപ്പോൾ ഒതുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് മഴ നല്ലവണ്ണം ഉച്ച കഴിയുമ്പോഴത്തേനും മഴയാകും കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് ഉണക്കിയെടുക്കുക. അന്നേരം അന്ന് ഞാനിപ്പം കഴുകുന്നുണ്ട് കേട്ടോ. എന്തായാലും മഴയാണ്. അന്നേരം നമുക്ക് ഈ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ടിനോപ്പൻ എന്തായാലും എന്നും യൂണിഫോം ഇടണ്ടേ കോളേജിൽ പോകുമ്പം കേട്ടോ. അപ്പോൾ അലക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോസിനിപ്പം 3-4 ദിവസമായിട്ട് അവധിയാണല്ലോ. ഞങ്ങൾക്കിവിടെ വെള്ളമായതുകൊണ്ട് അവധിയാണ് കേട്ടോ. അന്നേരം അവൻ്റെ യൂണിഫോമൊന്നുമില്ല. പിന്നെ ഡെയിലി നമ്മൾ മാറുമല്ലേ. അപ്പോൾ എന്തായാലും ഒരു 2 ബക്കറ്റ് തുണിയുണ്ട് അല്ലേ കഴുകാൻ ഡെയിലി. അപ്പോൾ അന്നൊന്നും അലക്കി ഇട്ടില്ലെങ്കിൽ മഴയാണെന്നും പറഞ്ഞ് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അലക്കാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം പോക്ക് നടക്കത്തില്ല. നമ്മുടെ റോഡിലെല്ലാം നല്ല വെള്ളമാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ അരി ഉഴുന്നുമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ.